നിങ്ങൾക്കേവർക്കും കൗൺസിലിംഗ് ടോക്കിലേക്ക് സ്വാഗതം. സൈബർ ബുള്ളിയിങ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഇന്ന് ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുക. നമുക്കറിയാം, സോഷ്യൽ മീഡിയയുടെ അതിവ്യാപനം അതിൻ്റെ ചില തെറ്റായ അല്ലെങ്കിൽ പ്രയാസമേറിയ വശങ്ങളെ കൂടെ നമ്മുടെ മുമ്പിൽ തുറന്ന് കാണിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സൈബർ ബുള്ളിയിങ്. സൈബർ ബുള്ളിയിങ് എന്ന് പറഞ്ഞാൽ ഓൺലൈനിലൂടെ വ്യക്തിഹത്യയോ ഭീഷണിയോ പെടുത്തുന്നതിനെയാണ് സാധാരണ സൈബർ ബുള്ളിയിങ് എന്ന് പറയുക. അതിൻ്റെ വ്യാപനം വളരെ വിശാലമാണ്. അതിനെക്കുറിച്ചുള്ള പറച്ചിലുകൾ ഒരുപാട് കാര്യങ്ങൾ കേൾക്കാൻ സാധിക്കും. എങ്കിലും അടിസ്ഥാനപരമായി അല്ലെങ്കിൽ ലളിതമായി നമുക്ക് പറയാം, സൈബർ ബുള്ളിയിങ് എന്ന് പറയുന്നത് ഓൺലൈനിലൂടെ ഭീഷണിപ്പെടുത്തുകയോ നാണം കെടുത്തുകയോ അപമാനിക്കുകയോ ഒക്കെ ചെയ്യുന്നതിനെ സൈബർ ബുള്ളിയിങ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നു എന്ന്. അപ്പോൾ ഇതിന് കാരണം എന്താണ്? സൈബർ ബുള്ളിയിങ്ങിൻ്റെ കാരണത്തെക്കുറിച്ച് മനഃശാസ്ത്രജ്ഞന്മാർ ചില കാര്യങ്ങൾ പറയാറുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇത് ചെയ്യുന്നയാൾ, വേട്ടക്കാരനെന്ന് പറയുമല്ലോ, അയാളുടെ ഉള്ളിലുള്ള വികാരം പ്രധാനമായി ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ്. ഞാൻ കുറഞ്ഞയാളാണ്, എന്നെ ആരും പരിഗണിക്കുന്നില്ല, ഞാൻ മറ്റേയാളുടെ അത്ര കഴിവുള്ള ആളല്ല എന്ന ആ കോംപ്ലക്സ്, അതാണ് ഇതിനുള്ള അടിസ്ഥാന കാരണം എന്ന് പറയാറുണ്ട്. രണ്ടാമത്തെ കാരണമെന്ന് പറയുന്നത് ഭീരുത്വമാണ്. ഇവരെല്ലാം ഭീരുക്കളാണ്. അതായത് നേരിട്ട് വന്ന് പറയാനോ നേരിട്ട് വന്ന് വിമർശിക്കാനോ നേരിട്ട് വന്ന് കാര്യം പറയാനുള്ള ധൈര്യമോ ഇവരുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുകയില്ല. വെയിലിംഗ് അറ്റാക്ക് എന്നാണ് പറയുക. ഒരു മറയിട്ട് ആക്രമിക്കുന്നത് പോലെ മുന്നിൽ ഭീഷ്മ പിതാമഹനെ ആക്രമിക്കുവാനായിട്ട് മുന്നിൽ ആളെ നിർത്തി ആക്രമിച്ചതുപോലെ മുന്നിൽ ചിലരെ നിർത്തിയോ ചില കാര്യങ്ങൾ നിർത്തിയോ അല്ലെങ്കിൽ മീഡിയയെ തന്നെ മുന്നിൽ നിർത്തിയോ അല്ലെങ്കിൽ ഫാൾസ് ഐഡൻറ്റിറ്റി കൊടുത്തോ നിങ്ങൾ അവരുടെ നോക്കിയാൽ ശരിയായിട്ടുള്ള ഐഡൻറ്റിറ്റി കാണുകയില്ല, പേര് കാണുകയില്ല, പ്രൊഫൈൽ പിക്ചറൊക്കെ വേറെ ആയിരിക്കും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെ ശരിയായ IP അഡ്രസ്സ് ഉണ്ടായിരിക്കുക, ഇങ്ങനെ പല രീതികളിലൂടെ നേരിട്ട് താൻ ആരാണ് എന്ന് വെളിപ്പെടുത്താതെ ഭീരുക്കളായിട്ട് ഭീരുത്വത്തോടുകൂടെ പെരുമാറുന്നത് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവരുടെ അടിസ്ഥാനപരമായിട്ട് രണ്ടാമത്തെ കാര്യം ഒരു ഭീരുക്കളാണ്. നേരിട്ട് വന്നൊരു കാര്യം പറയാനുള്ള ധൈര്യം ഇവർക്കില്ല എന്നാണ് ഇതിനെക്കുറിച്ച് പഠിക്കുന്ന മനഃശാസ്ത്രജ്ഞന്മാർ പറയുക. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരുതരം മനോവൈകല്യം ബാധിച്ചവരാണ്. ഇത് ഒരു തലം കഴിയുമ്പോഴേക്കും ഒരു മനോവൈകല്യമായി മാറും. എന്തിനേയും ഏതിനേയും ഇഷ്ടപ്പെടാത്ത, തനിക്ക് യോജിക്കാൻ കഴിയാത്ത എന്തിനേയും ഏതിനേയും ഇതുപോലുള്ള രീതികളിലൂടെ ഭീഷണിപ്പെടുത്തുകയോ ആക്രമിക്കുകയോ അപമാനിക്കുകയോ ചെയ്യുന്നത് ഒരു ഘട്ടം കഴിയുമ്പോഴേക്കും അവരിൽ നിന്ന് ഭീഷണിപ്പെടുത്തി പൈസയോ മറ്റു തരത്തിലുള്ള കാര്യങ്ങളോ നേടുവാനുള്ള ശ്രമം കൂടെ ഇങ്ങനെയുള്ളവർ ചെയ്യുന്നത് നമ്മുടെ ചുറ്റുപാടും കാണാൻ സാധിക്കും. ഇതൊരു മനോവൈകല്യമായിട്ട് മാറാം. പിന്നെ ഇതൊരു വൈകാരികമായ അസ്ഥിരത ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഉള്ളവരുടെ ഒരു ലക്ഷണമാണ് എന്നും ഇതിനെക്കുറിച്ച് പറയാറുണ്ട്. എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവർക്ക് നല്ല ചികിത്സ ആവശ്യമാണ്. ഇതിൽ ഒരു വിഭാഗക്കാർക്ക്, എല്ലാവർക്കും ആണെന്നല്ല പറയുക, ചില അസൂയയോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടായിരിക്കാം, പക്ഷേ ഒരു ഘട്ടം കഴിയുമ്പോഴേക്കും ഇവരെക്കുറിച്ച് പഠിക്കുന്ന ആൾക്കാർ പറയുന്നത് ചികിത്സ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വേട്ടക്കാർക്ക്, സൈബർ ബുള്ളിയിങ് നടത്തുന്ന ആൾക്കാർക്ക് ആവശ്യമാണ്. കാരണം അതൊരു ഘട്ടം കഴിയുമ്പോഴേക്കും, ഒരു പരിധി കഴിയുമ്പോഴേക്കും വളരെ അപകടകരമായ ഒരു നിലയിലേക്ക് എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. ഇനി മറുവശം നോക്കാം. ഇരകളാക്കപ്പെടുന്നവരെക്കുറിച്ച്. സാധാരണയായിട്ട് ഇതിന് ഇരയാക്കപ്പെടുന്നത് കൂടുതലും കുട്ടികളും അത് കഴിഞ്ഞാൽ സ്ത്രീകളുമാണ്. ഇതിനെക്കുറിച്ച് പഠിക്കുന്നവർ പറയുക, കുട്ടികളും സ്ത്രീകളുമാണ് കൂടുതൽ ഇരയാക്കപ്പെടുക. അവർ കുറേ കൂടെ ഇതിന് വശംവദരാകാൻ സാധ്യത കൂടുതലാണ് എന്നതാണ് അതിനുള്ള കാരണമായിട്ട് പറയുക. അപ്പോൾ ഇങ്ങനെ ഇരയാക്കപ്പെടുന്നവർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അതാണ് അടുത്ത കാര്യം. പലപ്പോഴും ഇങ്ങനെ ഇരയാക്കപ്പെടുമ്പോൾ അവരെ മറ്റുള്ളവർ, നീ എന്തിനാണ് അങ്ങനെ ചെയ്തത്, നിൻ്റെ കുറ്റമാണ് എന്ന് അവരെ കുറ്റപ്പെടുത്താറുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്തരുതെന്നാണ്. കാരണം പലപ്പോഴും സൈബർ ബുള്ളിയിങ്ങിന് ഇരയാകുന്നവർ അവർ അതിന് ഇരയായി എന്ന് അറിയുന്നത് വളരെ താമസിച്ചാണ്. മറുവശത്തിരിക്കുന്നയാൾ മുഖം കാണാതെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതെ സംഭാഷണത്തിൽ ഏർപ്പെടുമ്പോൾ ഇയാളെക്കുറിച്ചുള്ള കാര്യങ്ങളും ഇയാളുടെ ചുറ്റുപാടുകളെക്കുറിച്ചുള്ള കാര്യങ്ങളും കുടുംബത്തെക്കുറിച്ചുള്ള കാര്യങ്ങളും സാമ്പത്തിക സ്ഥിതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അറിയാതെ സൗഹൃദം നടിച്ചു വരുന്ന ആളിൻ്റെ മുൻപിൽ പങ്കുവെക്കുകയും അങ്ങനെ ഇയാൾ തെറ്റിലേക്ക് വീഴുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് കഴിവതും ഇരയാക്കപ്പെടുന്നവരെ കുറ്റപ്പെടുത്തലല്ല, അവരെ ആക്രമിക്കലല്ല, കുറ്റബോധത്തിലിരിക്കുവാനല്ല, അവരോട് കൂടെ ചേർന്ന് നിൽക്കുവാൻ നമ്മൾ തയ്യാറാവുക. രണ്ടാമതായിട്ടുള്ള കാര്യം, അവർക്ക് അത് പറയാനുള്ള സ്പേസ് കൊടുക്കണം. സാധാരണയായിട്ട് കുട്ടികൾ ഇതിനൊരുപാട് ഇരയാക്കപ്പെടാറുണ്ട്.
ഒരുപാട് പേർ ഒരുപാട് സൈബർ ബുള്ളിങ്ങിന് ഒരുപാട് ഇരയാക്കപ്പെടുന്നതിൽ നല്ലൊരു ഭൂരിപക്ഷവും കുട്ടികളാണ്. അപ്പോൾ അവർക്ക് വീട്ടുകാരോട് പറയാനുള്ള ഒരു ഭയമുണ്ടായിരിക്കും. ആ ഭയത്തെ മാറ്റി അവർക്ക് പറയാനുള്ള സ്പേസ് കൊടുക്കുക. എന്ത് തെറ്റ് വന്നാലും സാരമില്ല, ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറയാനുള്ള സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെ ഒരു പരിധിവരെ തടയാനും ഇരകളാക്കപ്പെടുന്നവർക്ക് അവർ അതിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള സാധ്യതകൾ തുറന്നു കൊടുക്കാനും നമുക്ക് സാധിക്കും. മൂന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യത്തോട് ബന്ധപ്പെട്ടതാണ് അവരുടെ ഭയത്തെ മാറ്റിക്കളയുക. മറ്റുള്ളവരെ പേടിക്കേണ്ട ആവശ്യമില്ല. അവരൊരു പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളെ എടുത്തു വെച്ചതിന് ശേഷം അത് വെച്ച് അടുത്ത തലത്തിലേക്ക് അവരെത്തുമ്പോൾ ഭീഷണിപ്പെടുത്താറാണ് പതിവ്. അപ്പോൾ ഇവരടുത്ത് പറയുക, നിങ്ങൾ അങ്ങനെയുള്ള ആളുകളെ പേടിക്കേണ്ട ആവശ്യമില്ല. അവരങ്ങനെ ചെയ്താൽ നമുക്ക് എന്താണ് എന്നുള്ള ധൈര്യം ഈ കുട്ടികളിൽ നൽകിയാൽ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇരയാക്കപ്പെടുന്നവർക്ക് നൽകിയാൽ അവർക്കതിനെ മറികടക്കുവാനായിട്ട് സാധിക്കും. നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അധികാരികളെ നാം തീർച്ചയായും അത് അറിയിച്ചിരിക്കണം. പോലീസായിരുന്നാലും ശരി, ഓഫീസിലുള്ള അധികാരികളായിരുന്നാലും ശരി, സ്കൂൾ അധികാരികളായിരുന്നാലും ശരി, ഇങ്ങനെ സൈബർ ബുള്ളിങ്ങിന് ഇരയാക്കപ്പെടുന്നു എങ്കിൽ നിർബന്ധമായും അവരോട് പറയണം. പലപ്പോഴും അവരറിഞ്ഞാൽ എന്ത് വിചാരിക്കും, അവരെങ്ങനെ എന്നോട് പെരുമാറും, അവരെന്തായിരിക്കും പ്രതികരണം എന്നൊക്കെ ചിന്തിച്ച് പലപ്പോഴും ഏതാണ്ട് ഒരു 90% വരെ പറയാതിരിക്കാനാണ് സാധ്യത കൂടുതലെന്നാണ് പറയുക. എന്നാൽ അത് മാറിയിട്ട് അങ്ങനെയല്ല, അധികാരികൾ എന്നെ സഹായിക്കും, അവരെന്നോട് കൂടെ നിൽക്കും എന്നുള്ള ബോധ്യം ഇരയാക്കപ്പെടുന്നവർക്ക് തീർച്ചയായും കൊടുക്കണം. ഈ രണ്ട് വിഭാഗത്തിൽപ്പെടുന്ന വേട്ടക്കാരായിരുന്നാലും ഇരയാക്കപ്പെടുന്നയാളായിരുന്നാലും അവർക്ക് രണ്ടുപേർക്കും സപ്പോർട്ട് ആവശ്യമാണ്, കൗൺസിലിംഗ് ആവശ്യമാണ്, അവർക്കതിന് പിന്തുണ ആവശ്യമാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേട്ടക്കാർക്കും അതിൽ നിന്ന് പുറകിലേക്ക് വരാൻ, അഥവാ ആ പിടിയിൽ നിന്ന് വെളിയിലേക്ക് വരുവാൻ ഇരയാക്കപ്പെടുന്നവർക്കും സപ്പോർട്ട് ആവശ്യമാണ്. ഈ വിഷയം നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് എഴുതുക. താങ്ക് യു.